ഹായ്, നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നു. എന്നെ എൻ്റെ വീട്ടടുത്തുള്ള ആൾക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ലാത്ത ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഞാനൊരു നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു ജില്ല ആയിക്കോട്ടെ, സംസ്ഥാനം ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു ജില്ലയിൽ നമ്മൾ പോയി ഒരു പ്രത്യേക ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതൊരു ടൗണിലോ നമ്മൾ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊന്നും എന്നെ അറിയത്തില്ല. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് തന്നെ എടുക്കാം. നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ കൂടെ കുറേ ആൾക്കാർ ബസ് നോക്കി നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ എനിക്ക് നടന്നു പോകുന്ന വിചാരിച്ചു. എന്നെ ആർക്കും അറിയത്തില്ല. 100-ൽ ഒരാളെ പോലാണ് അവരെന്നെ കാണുന്നത് തന്നെ. ആരോ ഒരാൾ അതുവഴി നടന്നു പോകുന്നത് ചിലർ ശ്രദ്ധിക്കത്തേ ഇല്ല. ചിലരെ നമുക്ക് കണ്ടാക്കണ്ടോ, അത്രയും. പക്ഷെ നേരെ മറിച്ച് ഞാനിന്ന് വെള്ളമടിച്ചിട്ട് ഒരു പാട്ടും പാടി മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസും കളിച്ച് ഞാൻ പോവുകയാണെങ്കിൽ എന്നെ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ലയോ? എന്നെ ശ്രദ്ധിക്കും. അപ്പോൾ ആൾക്കാർ എന്നെ നോക്കും. ചിലരെന്നെ നോക്കി ചിരിക്കും, കളിയാക്കി ചിരിക്കും. ചിലരെന്നെ അടിക്കാൻ വരും, ചിലരെന്നെ പ്രാകാനും അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചും ഒക്കെ ഓരോന്നൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചീത്ത വിളിച്ചു അവരെന്നെ അടിക്കാമെന്നോ എന്ന് ഞാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാരണം ഞാൻ നോർമലായിട്ട് അതുവഴി നടന്നു പോകായിരുന്നെങ്കിൽ, സാധാരണ ഒരു മനുഷ്യൻ്റെ കൂട്ടുകാരൻ നടന്നു പോവുകയാണെങ്കിൽ ആരും എന്നെ ശ്രദ്ധിക്കത്തില്ല. 100 കണക്കിന് ഒരാളെ പോലെ ആയിരുന്നു അവരെന്നെ നോക്കത്തുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഞാൻ വെള്ളമടിച്ച് ബഹളമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, അലമ്പായി, അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും തുള്ളുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കും. ചിലപ്പോൾ എന്നെ അടിക്കാൻ വരും, വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ എന്നെ ഉന്തി താഴെ ഇടും. അപ്പം ഞാൻ പരാതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കും? നമ്മൾ സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും നമ്മുടെ വണ്ട കയറുവോ, വഴക്കുണ്ടാക്കാനോ ചീത്ത വിളിക്കാനോ അടിക്കാനോ വരത്തില്ല. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലാതെ വരാം. മനസ്സിലായോ? ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, താങ്ക്സ്.